സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്ന പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ വചനം വായിക്കാനായിട്ട് പ്രത്യേക കാരണമുണ്ട്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ച് പ്രത്യേകമായിട്ട് ഫാത്തയുടെയൊക്കെ പ്രാർത്ഥന സഹായം തേടി. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ മകള് 2 പ്രാവശ്യം IELTS എഴുതി, എന്നിട്ട് തോറ്റുപോയി. ഒന്നുകൂടി എഴുതാനായിട്ട് ഒരുങ്ങുക, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് എഴുതി ജയിച്ചാൽ അവൾക്ക് കാനഡയ്ക്ക് പോകാം, അവിടെ ചെന്നൊരു ജോലിയൊക്കെ കിട്ടും, പിന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ ജീവിക്കാം. മനുഷ്യരെ വളരെയേറെ ഉത്സാഹത്തോടുകൂടെ വീണ്ടും വീണ്ടും പരീക്ഷ എഴുതുകയും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി വളരെയേറെ അധ്വാനിക്കുകയും ചെയ്യുന്നു. നല്ല കാര്യം തന്നെ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അന്നേരം ബൈബിള് തുറന്നപ്പോൾ കണ്ടത് ഈ വചനമാണ് കിട്ടിയത്. കുറച്ചു നേരം ഇരുന്നപ്പം കർത്താവ് ഒരു കാര്യം ഓർപ്പിച്ചു. നമുക്ക് പിള്ളേർക്ക് പരീക്ഷ എഴുതാൻ നേരത്തെ ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ നേരത്തെ കിട്ടുകയാണെങ്കിൽ IELTS പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് വരുന്ന എല്ലാ ചോദ്യവും ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, 1,00,000 രൂപ തന്നാൽ മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്.
ക്വസ്റ്റ്യൻ കറക്റ്റാണ്, ഒറ്റ വ്യത്യാസമില്ലാതെ കറക്റ്റ് ക്വസ്റ്റ്യനാണ്. ചിലപ്പം എന്ത് വിറ്റാണെങ്കിലും ചിലരത് മേടിക്കും, ചിലപ്പം ചിലർ പരീക്ഷ എഴുതി കടന്നുപോയവരൊക്കെ കാണും അങ്ങനെ. അല്ലെങ്കിൽ ഉന്നത റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ചിലപ്പം അതിനു വേണ്ടി എല്ലാ പരീക്ഷയിലെ ക്വസ്റ്റ്യനെല്ലാം ആരംഭത്തിൽ പഠിച്ചേച്ച് ഇത് പരീക്ഷ എഴുതി ജയിക്കാൻ സാധിക്കുക വലിയ കാര്യമാണ്. പക്ഷെ ദൈവം തമ്പുരാന് എൻ്റെ അടുക്കലിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപ്പസ്തോലനൊരു പണി ഒപ്പിച്ചു. അദ്ദേഹം കർത്താവിൻ്റെ അടുക്ക് ചേർന്നിരുന്ന് ചൊറിഞ്ഞ് സ്വർഗത്തിൽ പോകാനുള്ള ചെറിയ സൂത്രപ്പണി, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ഇങ്ങോട്ട് എഴുതി മേടിച്ചു. എന്നിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് അതൊന്ന് പഠിച്ച് പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ശരിക്കൊന്ന് വായിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് വളരെ മുൻകൂട്ടി ഈ പരീക്ഷാ പേപ്പർ ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും നിലനിൽക്കുന്ന ഒരൊറ്റ ഭാഷയുള്ളെന്നാണ് പറഞ്ഞത്. എല്ലാം കടന്നു പോകും, അവസാനം ഒരൊറ്റ ഭാഷ മാത്രം നിലനിൽക്കും, സ്നേഹത്തിൻ്റെ ഭാഷ. അത് ഇവിടെയുണ്ട്, സ്വർഗത്തിലും ഉണ്ട്. അപ്പോൾ ഈ ഭാഷയാണ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ ഭാഷ. IELTS പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നത് പോലെ സ്വർഗത്തിലെ ഭാഷ പഠിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിന് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പരീക്ഷ ഒരു പ്രാവശ്യം ഒന്ന് എഴുതിയാൽ നമ്മൾ പലരും കടങ്ങുകയില്ല, അപ്പുറത്ത് കിടക്കുകയെന്നാണ് ഇത് വായിച്ചപ്പോൾ അച്ഛന് മനസ്സിലായത്. ഞാൻ ഇടയ്ക്ക് ഇതിങ്ങനെ വായിക്കാൻ നോക്കിയപ്പം അവിടെ സ്നേഹമെന്ന് പറഞ്ഞിരിക്കുന്ന ഇത് ഞാനാണ്. സ്നേഹം എൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പൗലോസ്ലീഹ ഈശോയുടെ അടുക്കൽ ചേർന്നിരുന്നപ്പോൾ കിട്ടിയ കുറേ കാര്യം എൻ്റെ പേര് വെച്ചവിടെ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. ഞാൻ എൻ്റെ പേര് വെച്ച് വായിച്ചാൽ സ്നേഹം എന്നുള്ളത് ചാണ്ടിയച്ഛനോ ദീർഘക്ഷമയും ദൈവമുള്ളതാണ്. കുറച്ചേരം ഇന്ന് ചിന്തിച്ചു, അത്ര ക്ഷമയുണ്ടോ എന്ന്? ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ആളുകൾ തെറി പറഞ്ഞാലും നമുക്കൊരു വിഷമമില്ലാതെ അത് സ്വീകരിക്കാനുള്ള മനസ്സ്. അപ്പം സ്നേഹം ദീർഘക്ഷമയും ദയവുള്ളതാണ്. പിന്നെ എന്തു വന്നാലും ആരും പൊക്കി പറഞ്ഞാലും കുഴപ്പമില്ല, തെറി പറഞ്ഞാലും കുഴപ്പമില്ല. സ്നേഹം അസൂയപ്പെടുന്നില്ല. പിന്നെ സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. പിന്നെ അനുചിതമായി പെരുമാറുന്നില്ല. ചിലയിടത്ത് ചിലര് എല്ലാം മിടുക്കന്മാരായിരിക്കും. ചില വീട്ടിൽ ചെന്നേച്ച് ഒരു രോഗിയുടെ അടുത്ത് ചെന്നേച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ, നിനക്ക് ക്യാൻസർ അല്ലേ? അതെ. ഇനിയിപ്പോൾ രക്ഷ ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ചിലര് രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ചെന്ന് പറയുക, നീ ക്യാൻസർ രോഗിയുടെ അടുത്ത് ചെന്നേച്ച് പറയുന്നത് എങ്ങനെയാ? നിനക്കിനി രക്ഷയില്ല, ക്യാൻസർ പിടിച്ചു, പോക്കായത്. രോഗിയെ അവിടെ കാണാൻ പോകാതിരുന്നാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇങ്ങനെയാ ചിലര്. അതാണ് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. ഈ രോഗം ഭയപ്പെടേണ്ട, ഇത് നിത്യതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ശരീരത്തിലൊരു കുഞ്ഞ് ക്യാൻസർ വന്നാലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല മക്കളെ. ഇത് നിത്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യസമാനമായിട്ട് കണക്കാക്കുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടതകൾ തുലോ നിസ്സാരമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്, പൗലോസ്ലീഹയ്ക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി, വരാനിരിക്കുന്ന മഹത്വം. അതുകൊണ്ട് നമ്മൾ അനുചിതമായി പെരുമാറരുത്, സ്വാർത്ഥം അന്വേഷിക്കരുത്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 5 രൂപ കൊടുത്താൽ 10 രൂപ കിട്ടണം. ഞാൻ ഇവനെ ഇച്ചിരി സ്നേഹിച്ചു, അപ്പോൾ
തിരിച്ചെനിക്ക് അതുപോലെ കിട്ടണം. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല. പിന്നെ നമുക്കറിയാം, ചിലരുണ്ട് അപ്പം മരിച്ചാലും ഞാൻ വീട്ടിൽ കയറുകയെന്ന് പറയുന്നവരുണ്ട്. വിദ്വേഷം. അപ്പം മരിച്ചാലും ഞാൻ വീട്ടിൽ കയറുകയില്ല. എന്നോട് എൻ്റെ തന്തപ്പടി അതുപോലെ ചെയ്തു. പ്രിയപ്പെട്ടവർ, ഈ വിധത്തിൽ കുടുംബത്തിലുള്ളവരോട് പോലും വെറുപ്പും വിദ്വേഷവുമായി കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. അവർക്കൊന്നും ഈ പരീക്ഷ ജയിക്കാൻ 10 പ്രാവശ്യം എഴുതിയാലും ജയിക്കാൻ പോകുന്നില്ല. പൗലോസ്ലീഹ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. പിന്നെ നമ്മളിതിലൊക്കെ ജയം കണ്ടെത്തിയോ എന്ന് നമുക്ക് പിന്നെ ഉത്തരക്കടലാസിൽ പറഞ്ഞിട്ടുണ്ട്. സ്നേഹം സകലതും സഹിക്കുന്നു. ഉത്തരവ് എഴുതി വെച്ച് തന്നിട്ടുണ്ട്. എല്ലാം സഹിക്കാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവരെയും. ചിലർ അവനെന്നെ പറ്റിക്കുമെന്ന് പറഞ്ഞാലും സകലതും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും എപ്പോഴും നന്മയായിട്ടുള്ളത് ചിന്തിച്ച് പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിധത്തില് സകലത്തെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശുദ്ധ ജീവിതം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. നമുക്ക് ഓരോരുത്തർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടയ്ക്കിടയ്ക്കൊന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി 100% മാർക്ക് മേടിക്കാൻ എഫാത്ത കുടുംബത്തിൽ ഇപ്പോഴായിരിക്കുന്നവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പരീക്ഷ എഴുതാനായിട്ട് തയ്യാറെടുക്കുന്നവർക്കുമെല്ലാം ഈ പരീക്ഷ വിജയം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എഫാത്തയിലൂടെ ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള ആ കവാടം നമുക്ക് കടന്ന് വലിയ സന്തോഷം നമുക്ക് ഓരോരുത്തർക്ക് അനുഭവിക്കാൻ ദൈവം ഇട നൽകട്ടെ. നമ്മുടെ ചെറിയൊരു വിഷമം വരുമ്പോൾ ഇട്ടേച്ച് പോകരുത്. നമ്മൾ ഈ കണ്ണാടിയിൽ മുഖം കണ്ടേച്ച് എന്തോ പറ്റിയെന്നും പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നവരെ പോലാകരുത്. സ്ഥിരതയോടെ നിന്നാൽ നമുക്ക് ഇത് നേടാൻ സാധിക്കും. എൻ്റെ സഹനം യേശുക്രിസ്തുവിന്റെ സഹനത്തോട് ചേർന്ന് കുരിശിലെ ആ ബലിയോട് ചേർത്ത് കാഴ്ചവെക്കാൻ ആര് തയ്യാറായോ? എത്ര ചെറുതാണെങ്കിൽ പോലും ഒരു സഹനം യേശുക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം മൊത്തം അനുഗ്രഹമാകാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ അനുദിന ജീവിതത്തിലെ സകലതും സഹിക്കാൻ ഉള്ള കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ വളരെ സന്തോഷത്തോടെ, ക്രിസ്ത്യാനിക്ക് എന്തു വന്നാലും ദുഃഖമില്ല, അവനെപ്പോഴും സന്തോഷിക്കുന്ന, എപ്പോഴും പ്രൈസ് ദി ലോർഡ് പറയുന്ന വ്യക്തിയായിട്ട് മാറും. അല്ലാതെ ചിലരുണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ തുടങ്ങിയപ്പം സങ്കടം തുടങ്ങി, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, നിർത്തുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. സഹനങ്ങൾ ചിലത് ദൈവം തരുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനും ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനുമാണ്. അപ്പോൾ നമുക്ക് അവയെ സ്വീകരിക്കാനുള്ള കൃപ, കർത്താവെ എന്തു വന്നാലും നിന്നിൽ നകന്നു പോകാതിരിക്കാൻ ശക്തി തരണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം തന്ന ഈ പരീക്ഷ നമുക്ക് 1 കൊറിന്ത്യർ 13 ഇടയ്ക്കിടയ്ക്ക് വായിച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടെ പഠിച്ച് ആ പരീക്ഷ 100 പ്രാവശ്യം എഴുതിയാലും വിജയിക്കുന്നവരെ എഴുതി എഫാത്ത കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഉന്നത വിജയം നേടി എല്ലാവരും റാങ്ക് ഹോൾഡേഴ്സായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ദിവസം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള ശക്തി കർത്താവായ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി നിത്യമായ ഉയർപ്പ് നമ്മൾ പങ്കാളികളായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഈ ശുശ്രൂഷയെ നമുക്ക്